ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണം കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പം നമുക്കിന്നൊരു റോസാപ്പൂ ഉണ്ട് കേട്ടോ. ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോഴെങ്കിൽ അവിടെ റോഡ് സൈഡിൽ നിന്ന് ഞാൻ പറിച്ചുകൊണ്ട് പോകുന്നത്. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കാം, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പൂവൊന്നും പറ്റത്തില്ല. മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ക്യാപ്പൊക്കെ ഇടണം. അപ്പം കണ്ടപ്പോൾ ഒരിഷ്ടം. മുല്ലപ്പൂവും റോസാപ്പൂവും തലയിൽ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ വേറെ എന്താണ്, രാവിലെ അപ്പം അങ്ങോട്ട് പോകാനൊക്കെ ഉള്ള ആരംഭമാണ്. 8:15 ഇനി അങ്ങോട്ട് പോട്ടെ. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പിന്നെ ഇവിടെ രണ്ടുപേരും കൂടെ അടിയാകും കൂട്ടുകാരെ. എന്താ കണ്ടോ കണ്ടോ, ആ കൊച്ചിറക്കൻ അവിടെ കിടന്ന് ഉറങ്ങും, ഒരു പ്രശ്നവും ഇല്ലാതെ അവനെ ഉറങ്ങുക. ഇവളൊരു തരത്തിൽ അവനെ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. സമാധാനമില്ല. അതെൻ്റെ കുഞ്ഞ് ഉറക്കത്തിൽ നിന്നിട്ട് പോവുക. കണ്ടോ, അവനെ ഉറങ്ങാൻ അവൾ സമ്മതിക്കത്തില്ല. മോനെ എവിടെ പോവാ? അവൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ കുഞ്ഞിനെ? പോയി പന്നപ്പെണ്ണ. ഡീ എന്തിനാടി കുഞ്ഞിനോട് നീ വഴക്കിന് പോയേ? ചക്കിയേ, എടി ചക്കി, അവനവിടെ കിടന്ന് ഉറങ്ങിയല്ലയോ? ചട്ടമ്പിപ്പെണ്ണ. ഇന്ന് സ്കൂൾ ബസ് നമ്മുടെ ക്യാൻറ്റീൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ടിട്ടത്. വേറെ 3-4 ബസ്സുണ്ട് അപ്പുറത്തൊക്കെ ഇട്ട്. പിന്നെ ഞാൻ ഇവിടുന്ന് ഇട്ടുകൊണ്ട് പോകുന്ന ഷാൾ അവിടെ ചെന്ന് മാറ്റിയിട്ട് തോർത്താണ് ദേഹത്തിടുന്നത്. അപ്പോൾ തോർത്താകുമ്പോൾ നമ്മുടെ കൈയൊക്കെ നനഞ്ഞ് കഴിഞ്ഞാൽ തുടയ്ക്കാനൊക്കെ സൗകര്യമാണ്. ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വലിയ മരുമോൾ മീൻ വറക്കുമായിരുന്നു അവരുടെ ചേട്ടന് ചോറ് കഴിക്കാനായിട്ട്. പിന്നെ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പം അവർ അടൂരോട്ട് പോകാൻ ഇറങ്ങി. ഞാനും വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് റോഡിലോട്ട് കയറി പോകാനൊക്കെ ഉണ്ട്. നമ്മുടെ അവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണമല്ലോ റോഡിലോട്ട് പോകാൻ. അപ്പോൾ ചേട്ടനെ വിളിക്കാൻ ജംഗ്ഷനിൽ വന്ന് നിൽക്കുവാണേ. ചേട്ടൻ ഇന്ന് വണ്ടി കൊണ്ടുപോയില്ല. ഇവിടെ കുറച്ചങ്ങോട്ട് പോകുന്നിടത്തായിരുന്നു ജോലി. അപ്പോൾ അവർ ജീപ്പിന്, കൺട്രാക്റ്റിൻ്റെ ഒക്കെ ജീപ്പിന് തന്നെ ഇതിലെ കൂടെ വന്നപ്പോൾ ആ ജീപ്പിന് അങ്ങ് പോയി, വണ്ടി കൊണ്ടുപോയി. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വഴിയാണ് അവരങ്ങോട്ട് പോകുന്നത്, കൺട്രാക്ടൊക്കെ പോന്നിക്ക് പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് നിന്ന്. ഇവിടുന്ന് കുറച്ച് നടന്നാൽ മതി നമ്മുടെ വീട്ടിലോട്ട്. പിന്നെ ഞാനിങ്ങനെ പോന്ന് ചേട്ടനെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ ചുമ്മാ അവിടെ ഇരുന്നിട്ട് പോകുന്നു. പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? അപ്പോൾ ഇന്ന് വീട്ടിൽ ചെന്നപ്പോഴത്തേന് മൂത്ത മരുമോൾ വീട്ടിലുണ്ടായിരുന്നു, മോനും ഉണ്ടായിരുന്നു. നമുക്കിന്ന് ജോലിക്ക് പോകുന്ന ഓഫായിരുന്നു. അപ്പം അവൾ പോയില്ല. അന്നേരം പിന്നെ അവനും പോയില്ല. അപ്പോൾ അതുകൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു. അവൾ പട്ടിക്കൊക്കെ ചോറും കൊടുത്ത് വീടും മുറ്റവും എല്ലാം തൂത്ത് വാരി വൃത്തിയാക്കി. അവൾ വീട്ടിൽ ഇരുന്ന അങ്ങനെ നല്ല വൃത്തിയാണ് എപ്പോഴും കേട്ടോ, നല്ല വൃത്തിയും. പിന്നെ ചെടികൾ അതാണ് എവിടെ കിട്ടിയാലും പറിച്ചുകൊണ്ട് വന്ന് നടും. അതിൻ്റെ സ്വഭാവം അങ്ങനെ. അവരങ്ങ് അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴായിരുന്നു ചെടിയൊക്കെ ഒത്തിരി അങ്ങ് പോയത്. ഒത്തിരി ചെടി ഉണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ. ഞാനും അവളും അതുപോലെ ചെടികൾ എവിടെ കിട്ടി ഞങ്ങൾ കൊണ്ട് നടുമായിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് ഇന്ന് എനിക്ക് സുഖമായിരുന്നു. വീട്ടിൽ വന്ന് ജോലിയൊന്നും ഇല്ലായിരുന്നു. അവളിതെല്ലാം ചെയ്തു. പിന്നെ അവർ രണ്ടുപേരും കൂടെ അടൂരോട്ട് പോയി. ഞാനിങ്ങോട്ടും പോന്നു. അവിടെ നേരത്തെ ഇന്ന് പോരാൻ പറ്റി. പിന്നെ വീട്ടിൽ വന്ന് വീട്ടിൽ ഇച്ചിരി പണിയുണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് ചേട്ടനെ വിളിക്കാൻ ഇങ്ങോട്ട് പോകുന്നു. പിന്നെ വേറെ എന്താണ് വിശേഷം? ഇരിക്കുക. ഇപ്പോൾ മോക്ക് ഇപ്പം ഈവനിങ് ആയിരുന്നേ. അപ്പോൾ ഇനി അവളെ 7:30 ചേട്ടൻ വിളിക്കാൻ പോകും. 7:30 വരെ ഉണ്ട്. 1:30 കയറി 7:30 വരെ. അവളെ വിളിക്കാൻ പോകണം. ഞാൻ പോകുന്നിട്ട് ചേട്ടൻ പോകും. ഞാൻ വീഡിയോ പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചേട്ടനൊക്കെ അവിടെ വന്നേ വണ്ടിയിൽ. അപ്പോൾ ഇതാണ് കൺട്രാക്റ്റിൻ്റെയൊക്കെ ജീപ്പ്. അപ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങോട്ട് ഓടുന്ന അവിടുന്ന് ബസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാവരും ഓടി വന്നേ. അപ്പോൾ അതിന് ആ കൺട്രാക്റ്റിൻ്റെ മോൻ്റെ കൂടെ അവരുടെ വണ്ടിയിൽ അവർ കൊണ്ടുവിടുകയും ചെയ്യും അന്നേരം. അപ്പോൾ ചേട്ടൻ വണ്ടി കൊണ്ടുപോകത്തില്ല. അപ്പോൾ ഇങ്ങനെ കയ്യൊക്കെ കാണിച്ചിട്ടാണ് പോയേട്ടൻ. നല്ല സ്നേഹമുള്ള പിള്ളേരാണ്. ഞങ്ങൾ പിന്നെ പാലൊക്കെ വാങ്ങിക്കാനായിട്ട് കടയിലോട്ട് പോയി. അപ്പോൾ ചേട്ടൻ കടയിൽ കയറിയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് ഇതൊക്കെ. നല്ല ഭംഗിയാണ്. വൈകുന്നേരം ആകുമ്പോൾ വയലൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ എൻ്റെ കൂട്ടുകാരെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ പൊരിമുട്ടായി. ഇത് കഴിച്ചിട്ടുള്ള കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടണം കേട്ടോ. എനിക്കിഷ്ടമാണ് ഈ മുട്ടായി. മത്തങ്ങ എരിശ്ശേരി, മീൻ വറുത്തത്, മത്തയിലയും ചുമന്ന ചീരയും കൂടെ തോരൻ വെച്ചത്,
പിന്നെ മീൻകറി, അയിലക്കറി. പേപ്പർ വായനയോ കൂട്ടുകാരെ, 8:30 കഴിഞ്ഞ് രാത്രിയിൽ. പേപ്പർ വായിക്കുമ്പം കഴിക്കുന്ന ഇതൊക്കെ എന്താ സുഖിയനും ഇതെന്തൊരു കുന്തോ ഞാൻ ഈ ഉണ്ടാക്കിയതാണേ. സുഖിയൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് ഒഴിച്ച് വെച്ചതാണ്. എന്തോ സംഭവം എനിക്ക് അറിയത്തില്ല. പിന്നെ കപ്പലണ്ടി, ഇതൊക്കെ കഴിച്ചുകൊണ്ടാണ് പേപ്പർ വായന. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബായ് കൂട്ടുകാരേ.